ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷം ഓപ്പറേഷനിലെ പണം കണ്ടെത്താനാവാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് സുഗുണൻ്റെ ഒരു കത്ത് വന്നത്. പ്രഭാകര, ഞാനൊരു ചതിയിൽപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലാണിപ്പോൾ. എനിക്ക് തൻ്റെ ഒരു സഹായം വേണം. ഈ കത്ത് കിട്ടിയാലുടൻ താൻ എന്നെ വന്ന് കാണണം. ഉപേക്ഷ വിചാരിക്കരുത് എന്ന് സുഗുണൻ. എനിക്കറിയാം ജയിലിലെ സാറന്മാർക്ക് വരെ പേടിയവനെ. ചെന്നായല്ല ചെകുത്താനാണ്. ജയിലിൽ ചെന്നപ്പോഴാണ് അയാൾ ചെന്നായ സുഗുണൻ എന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണെന്ന് ഞാൻ അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പോലീസ് പിടിയിലായി. എനിക്ക് ആ പണം എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ പ്രഭാകര. അതിന് നീ എന്നെ സഹായിക്കണം. ഞാനോ? ഞാൻ പറയുന്നതനുസരിക്കല്ലാതെ നിനക്ക് വേറെ ഒരു മാർഗവുമില്ല പ്രഭാകരൻ. നീ പണയം വെച്ച മാലയുണ്ടല്ലോ, അത് മോഷണ മുതല. പോലീസിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞാൽ നീയും അകത്തെടുക്കും. എൻ്റെ കൂട്ടുപ്രതിയായിട്ട്. മറിച്ച് ആ പണം എടുക്കാൻ നീ എന്നെ സഹായിച്ചാൽ നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തരും. നിന്റെ മോളുടെ ഓപ്പറേഷൻ നടക്കും, കുടുംബവും രക്ഷപ്പെടും. എന്താ, സഹായിക്കില്ല? മോളുടെ ഓപ്പറേഷൻ നടത്താൻ എൻ്റെ മുന്നിൽ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. സൂടൻ്റെ ഭീഷണിക്ക് വഴങ്ങി അവസാനം അയാളെ സഹായിക്കാമെന്ന് ഞാൻ ഏറ്റു. അയാൾ തന്ന വീടിൻ്റെ സ്കെച്ചുമായി ഒരു ദിവസം ഞാൻ ആ വീട് അന്വേഷിച്ചു പോയി. അപ്പോഴേക്കും സുധാകരനും ഭാര്യയും
ആ വീട്ടിൽ താമസം തുടങ്ങിയിരുന്നു. ആ വിവരം ഞാൻ സുഗുണനെ അറിയിച്ചു. അത് നീ തന്നെ എടുക്കണം പ്രതാപര, അല്ലെങ്കിൽ നിന്റെ കുടുംബം. ദയവായി എന്നെ ഉപദ്രവിക്കരുത്. നീ പേടിക്കണ്ട, അതെടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം.